അതേപോലെ ഫെങ്ഷുയുടെ ചില നമുക്ക് ഫെങ്ഷുയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2-3 രീതികളിലായിട്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ വീടിൻ്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ മെത്തേഡ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ വീട് വെച്ച അന്ന് മുതൽ, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങളുടെ എന്ന് മാത്രമല്ല ലോകത്ത് ആരുടെ വീടായാലും നിങ്ങൾ വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും 2 നമ്പറുകൾ വന്നിട്ടുണ്ട്. അതിനെ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. അതിനെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയും. അതൊരു സിസ്റ്റം. 2, വർഷാവർഷം ഒരു നക്ഷത്രം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ വാസ്തു നോക്കി വെച്ച വീടായാലും ശരി തന്നെ, ഫെങ്ഷു നോക്കി വെച്ച വീടായാലും ശരി തന്നെ, ഇതൊന്നും നോക്കാതെ വെച്ച വീടായാലും ശരി തന്നെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. ഈ നക്ഷത്രങ്ങൾ അതിൻ്റെ സ്വഭാവം ഉറപ്പായിട്ടും കാണിക്കും. 9 നക്ഷത്രങ്ങളുണ്ട്. അത് നല്ലതും ഉണ്ട്, കെട്ടതും ഉണ്ട്. അപ്പോൾ നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ നല്ല ഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. മോശം നക്ഷത്രങ്ങളാണെങ്കിലോ മോശം ഗുണങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഏതാണെന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു പരിഹാരമുണ്ട്. പിന്നെ ഫ്ലൈങ് സ്റ്റാർ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു പരിഹാരമുണ്ട്. പിന്നെ വീടിൻ്റെ സ്വീകരണ മുറി എടുക്കും. വീടിൻ്റെ സ്വീകരണ മുറിയിലെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങൾ, അവിടെയാണ് നമ്മൾ സിംബോളിക്കായിട്ടുള്ള ഫെങ്ഷുവൽ ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ ചോദിക്കും, സാറേ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഫെങ്ഷു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവിടെയും ഉറപ്പായിട്ടും ഫെങ്ഷു ചെയ്യാൻ പറ്റും. അതായത് ഒരു 5 എലമെൻസിൻ്റെ തിയറിയാണ്. അതായത് വാട്ടർ, വുഡ്, മെറ്റൽ, ഫയർ, എർത്ത്, ഈ 5 എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെങ്ഷുയെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഫെങ്ഷുയെ ബാലൻസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫെങ്ഷുയെ സിംബോളിക്കായിട്ട് ചെയ്യാം. സിംബോളിക്കായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. അതല്ല നമുക്ക് എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും, അതായത് ക്ലാസിക് ഫെങ്ഷുയുടെ ഭാഗമാണ് അത്, അങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. ചില ടൂൾസ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം. അത് ഏത് ഡയറക്ഷനിൽ വെക്കണം, എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ഞാൻ പറയാം.